ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ടൈം. ഇന്ന് ബാങ്ക് ടു ഡ്രം എന്ന പാഠത്തിലെ ആക്ടിവിറ്റി, ലാംഗ്വേജ് ആക്ടിവിറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി, റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ ഫ്രം ദ സ്റ്റോറി ദ റൈസ്. ദ റൈസ് എന്ന പാഠത്തിൽ നിന്നുള്ള ആക്ടിവിറ്റിയാണിത്. ആ പാഠത്തിൽ ഒരു സെൻറ്റൻസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. തരുൺ ഓൾവേസ് തോട്ട്സ് ഓഫ് ഹിംസെൽഫ് ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ബ്ലാക്ക് ഷീപ്പ് മീൻസ്? തരുണ് അവൻ്റെ ഫാമിലി എപ്പോഴും ഒരു ബ്ലാക്ക് ഷീപ്പായിട്ടാണ് ഉള്ളത്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടേം ബ്ലാക്ക് ഷീപ്പ് ലിറ്ററലി റെഫേഴ്സ് ടു ദ കളർ ഓഫ് ഷീപ്പ്, ബട്ട് വെൻ വി യൂസ് ഇറ്റ് ഫിഗറേറ്റീവ്ലി ഇറ്റ് മീൻസ് ദ ഓഡ് പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ്. ബ്ലാക്ക് ഷീപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്, സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് ഷീപ്പ് ലിറ്ററലി റെഫേഴ്സ് ടു ദ കളർ ഓഫ് ഷീപ്പ്, ഒരു ആടിൻ്റെ കളറിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇതൊരു ആലങ്കാരികമായി ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദ ഓഡ് പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലെ ഒറ്റപ്പെട്ട വ്യക്തിയെ സൂചിപ്പിക്കുന്നതിനാണ് ഇത് പറയുക. Such a group of words with a meaning different from the meaning of the individual words is called an idiom. എന്താണ് ഇഡിയം എന്ന് പറഞ്ഞാൽ? ഇത്തരത്തിൽ കൂടിച്ചേർന്ന വേർഡ്സുകൾ കൂടിച്ചേർന്ന ഗ്രൂപ്പ്, അതിൻ്റെ ഇൻഡിവിജ്വൽ വേർഡ്സിൻ്റെ അർത്ഥമല്ലാതെ വരുമ്പോൾ, അപ്പോൾ ഓരോ വേർഡ്സിനും ഇൻഡിവിജ്വലായിട്ട് അതിനൊരർത്ഥമുണ്ട്. ബ്ലാക്കിനൊരർത്ഥമുണ്ട്, ഷീപ്പിനൊരർത്ഥമുണ്ട്. അത് രണ്ടും കൂടിച്ചേരുമ്പോൾ കറുത്ത ആട് എന്നൊരർത്ഥമുണ്ട്. ആ അർത്ഥം ഉദ്ദേശിക്കാതെ മറ്റൊരു അർത്ഥം ഉദ്ദേശിക്കുന്നതിനാണ് ഇഡിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലുള്ള ചോദ്യം, റീഡ് രവീസ് ഡയറി എൻട്രി ഗിവൺ ബിലോ ആൻഡ് സർക്കിൾ ദ ഇഡിയം. രവിയുടെ ഡയറി എൻട്രി വായിച്ചിട്ട് അതിൽ വന്നിട്ടുള്ള ഇഡിയമുകൾ നിങ്ങൾ റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. When I reached the ground, it was raining cats and dogs. I felt blue as I was not sure if the match could be held. Viewers like me get a chance of watching a match only once in a blue moon. The ball was in the umpire court. Finally the match started and we enjoyed a wonderful game. Today is a red letter day in my life. ഇതാണ് രവിയുടെ ഡയറി. ഇതിൽ ഏതൊക്കെയാണ് ഇഡിയമുകൾ വന്നിട്ടുള്ളത്? ഒന്ന്, ഇറ്റ് വാസ് റൈനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. റൈനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ് എന്നുള്ളത് ഒരു ഇഡിയമാണ്. അതുപോലെ ഐ ഫെൽറ്റ് ബ്ലൂ എന്നുള്ളത് മറ്റൊരു ഇഡിയമാണ്. പിന്നെ വന്നിട്ടുള്ളത് viewers like me get a chance of watching a match only once in a blue moon. once in a blue moon എന്നുള്ളത് മറ്റൊരു ഇഡിയമാണ്. The ball was in the umpire court. in the umpire court എന്നുള്ളത്, umpires court എന്നുള്ളത് മറ്റൊരു ഇഡിയമാണ്. പിന്നെ ഫൈനലി the match started and we enjoyed a wonderful game. Today is a red letter. a red letter day എന്നുള്ളതും ഇഡിയമാണ്. റെഡ് ലെറ്റർ ഡേ. ഇതാണ് ഇതിലെ ഇഡിയംസുകൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നൗ മാച്ച് ദ ഇഡിയം യു ഹാവ് ഐഡൻറ്റിഫൈഡ് വിത്ത് ദെയർ മീനിങ്സ്. ഈ കണ്ടെത്തിയിരിക്കുന്ന റൗണ്ട് ചെയ്തിരിക്കുന്ന ഇഡിയം അതിനെ യോജിച്ച അർത്ഥത്തിന് നേരെ എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അതിലെ ബി, find the meaning of the following idioms with the help of a dictionary and use them in your own sentence. താഴെ കൊടുത്തിരിക്കുന്ന കുറേ ഇഡിയംസിൻ്റെ ഉദാഹരണമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഡിക്ഷണറി ഉപയോഗിച്ച് കണ്ടെത്തിയിട്ട് നിങ്ങൾ അത് വെച്ചിട്ടൊരു സെൻറ്റൻസ് തയ്യാറാക്കാനാണ് ചോദ്യം. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ബെഡ് ഓഫ് റോസസ്, അത് നമ്മളൊരു കംഫർട്ടബിൾ ആയിരിക്കുക, അല്ലെങ്കിൽ സിറ്റുവേഷനൊക്കെ എന്ത് ചെയ്യുക, കംഫർട്ടബിൾ ആവുക, ഈസി ആവുക, അതിനാണ്. ഹെർക്കുലിൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ പെർഫോം ചെയ്യാൻ വളരെ പ്രയാസമുള്ള, വെരി ഹാർഡ് ടു പെർഫോം.
പിന്നെ ബ്ലൂ ബ്ലഡ്, നമ്മൾ ബർത്തൊക്കെ ജനനം നോബിളായിരിക്കുന്ന ആൾക്കാർ, എ പേഴ്സൺ ഓഫ് നോബിൾ ബർത്ത്, അതിനാണ് ബ്ലൂ ബ്ലഡ് എന്ന് പറയുന്നത്. അഞ്ചാമത്തത് ക്രോക്കോഡിൽ ടിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിഷമല്ലാതെ, എക്സ്പ്രഷൻ ഓഫ് ഇൻസിൻസിയർ സോറോ, സിൻസിയർ അല്ലാതെ വിഷമം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതിനാണ്. 11 ഹവർ, മുതലക്കണ്ണീരെന്ന് പറയില്ല, ക്രോക്കോഡിൽ ടിയേഴ്സ്. പിന്നെ 6 11 ഹവർ. 11 ഹവർ എന്ന് പറഞ്ഞാൽ അവസാന സമയം, അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്. നമ്മൾ ലാസ്റ്റ് ബസ് എന്നൊക്കെ പറയാറില്ലേ, മലയാളത്തിൽ മറ്റൊരു ഇതാണ് ഇത്, ലാസ്റ്റ്, അറ്റ് ലാസ്റ്റ് മൊമെൻറ്റ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് 7. ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർലി. റെഡ് ടാപ്പ് എന്ന് പറഞ്ഞാൽ റൂൾ പ്രിവെൻറ്റിംഗ് ആക്ഷൻ. ഇനി ഈ അർത്ഥം വെച്ചിട്ട് നിങ്ങൾ ഈ വാക്കുകൾ ഉപയോഗിച്ച് അർത്ഥത്തിനനുസരിച്ചുള്ള സെൻറ്റൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ആ ചോദ്യം. ആക്ടിവിറ്റി 2, റീഡ് ദ സെൻറ്റൻസ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിക്കുക. ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺ, യെറ്റ് ട്രൈൻ സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ്. മൂന്നാമത്തത്, ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ വോമിറ്റിംഗ് ദർ. 4, tears were rolling down his cheeks. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ദ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഓഫ് ദ സെൻറ്റൻസ് ഗിവൺ അബോവ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ സെൻറ്റൻസ് വായിച്ചിട്ട് അതിൽ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും 2 വ്യത്യസ്തമാക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സബ്ജക്റ്റ്, മറ്റത് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പ്രവർത്തനം ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു സംഗതി നടക്കുന്നത് ആരെക്കുറിച്ചാണോ പറയുന്നത് അവരാണ് സബ്ജക്റ്റ്. തരുൺ സ്കൂളിൽ പോയി എന്ന് പറയുകയാണെങ്കിൽ അവിടെ സബ്ജക്റ്റ് തരുണാണ്. തരുണാണ് സ്കൂളിൽ പോവുക എന്ന പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. ഉമ്മുൽഖുറ ഹയർ സെക്കൻഡറി സ്കൂൾ വളരെ വിശാലമായ ക്യാമ്പസാണ് എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഉമ്മുൽഖുറ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അതാണ് സബ്ജക്റ്റ്. ആ സബ്ജക്റ്റ് മാറ്റി നിർത്തിയിട്ടുള്ളത് അല്ലാത്തത് പ്രെഡിക്കേറ്റുമാണ്. അപ്പോൾ ഇവിടെ ലൈഫ് ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺ എന്നുള്ളിടത്ത് ലൈഫ് ആണ് സബ്ജക്റ്റ്, ഈസ് ഫുൾ ഓഫ് അപ്സ് ആൻഡ് ഡൗൺ എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ്. എ ട്രെയിനിങ് സ്കൂൾ ഈസ് വെരി എക്സ്പെൻസീവ് എന്നുള്ളത് ഏതാണ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത്? എ ട്രെയിനിങ് സ്കൂളാണ്. അപ്പോൾ ആ ട്രെയിനിങ് സ്കൂളാണ് ഇവിടെ സബ്ജക്റ്റ്. അങ്ങനെ ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് ആർ കമ്മിറ്റിംഗ് ദർ എന്നുള്ളത് ചിൽഡ്രൻ ഓഫ് യുവർ ഏജ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. tears were rolling down his cheeks എന്നുള്ളത് tears ആണ് സബ്ജക്റ്റ്. നെക്സ്റ്റ്, did you notice the change in verbs according to the singular and plural subject of the sentence? How do they vary? ഇവിടെ സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് വെർബും മാറും. സബ്ജക്റ്റിനനുസരിച്ച് വെർബും ഉണ്ടാകും. അപ്പം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കും. സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കും. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം, പ്ലൂരൽ എന്ന് പറഞ്ഞാൽ ബഹുവചനം. അപ്പം ലൈഫ് എന്നുള്ളത് സിംഗുലറാണ്, ഏകവചനമാണ്, ജീവിതം. അത് അപ്പോൾ ഏകവചനമായതുകൊണ്ട് അതിനെ കാണിക്കുന്ന വെർബായിട്ടുള്ള ഏകവചനത്തിലെ വെർബ് ഈസ് എന്ന് ഉപയോഗിച്ചു. എ ട്രെയിനിങ് സ്കൂൾ, ഒരു ട്രെയിനിങ് സ്കൂളാണ്, അവിടെ കുറേ ഇല്ല, ഒന്നേ ഉള്ളൂ. അപ്പോൾ അതെന്താണ്? സിംഗുലറാണ്. സിംഗുലർ ആകുമ്പോൾ ഈസ് എന്ന് ഉപയോഗിച്ചു. ചിൽഡ്രൻ ഓഫ് യുവർ ഏജ്, നിൻ്റെ പ്രായത്തിലെ കുട്ടികൾ. കുട്ടികൾ എന്ന് പറയുമ്പോൾ അവിടെ കുറേ ആളുകളുണ്ട്, അപ്പോൾ അവിടെ സിംഗുലർ പോരാ, അവിടെ പ്ലൂരൽ ഉപയോഗിക്കണം. ആർ. ടിയേഴ്സ് എന്നുള്ളത് അത് കണ്ണുനീരുകൾ, അവിടെ ഒന്നല്ലാത്തത് കുറേ ഉണ്ട്, അപ്പോൾ അത് പ്ലൂരലാണ്, അവിടെ വേർ എന്ന് ഉപയോഗിച്ചു. അപ്പോൾ സാധാരണ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ വെർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്റ്റ് പ്ലൂരൽ ആകുമ്പോൾ വെർബും പ്ലൂരലായിരിക്കണം. വെർബിൻ്റെ പ്ലൂരൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? എസ്ഒ ഇ എസ്ഒ ഉണ്ടെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും.
എസ്സും ഇ എസും ഇല്ലെങ്കിൽ വെർബ് പ്ലൂരൽ ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പ്ലേ എന്നുള്ളത് പ്ലൂരലാണ്. അതിൻ്റെ സിംഗുലർ ഫോം എങ്ങനെ? അതിലൊരു പ്ലേസ് എന്ന് പറയും. ഇപ്പോൾ ഘോ എന്നുള്ളത് പ്ലൂരലാണ്, അതിൻ്റെ സിംഗുലർ ഗോസ്, GOES എന്ന് വരും. അതിൻ്റെ സിംഗുലർ ഹി ഗോസ് എന്നാണ് പറയുക. കാരണം ഹി എന്നുള്ളത് സിംഗുലറാണ്, അതുകൊണ്ട് അതിൻ്റെ വെർബ് സിംഗുലറായിട്ട് ഗോസ് എന്ന് ഉപയോഗിക്കും. അപ്പോൾ നിങ്ങൾ ഈ അടിയിൽ കാണുന്നത് റീഡ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ റൈസ് ആൻഡ് അണ്ടർലൈൻ ദ സിംഗുലർ വെർബ്സ്. ഇതിൽ വന്നിട്ടുള്ള സിംഗുലർ വെർബുകൾ നിങ്ങളോട് അണ്ടർലൈൻ ചെയ്യാനാണ്. ആദ്യത്തെ കോളത്തിൽ സിംഗുലർ വെർബുകൾ അണ്ടർലൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾ നന്നായി വായിച്ചിട്ട് അണ്ടർലൈൻ ചെയ്യുക. ഹിയർ ഈസ് എ പാരഗ്രാഫ് അബൌട്ട് റിയാക്ഷൻ ഓഫ് ദ spectators fill in the blank with the suitable form of verb. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് പാസേജ് എഡിറ്റിംഗ് ആണ്. അതായത് കാണികളുടെ ഒരു റിയാക്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഭാഗം, അതിനോട് ഷൂട്ടബിൾ ആയിട്ടുള്ള വേർബ്സുകൾ നിങ്ങൾ പാരഗ്രാഫ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസേജ് എഡിറ്റിംഗ് എന്ന് പറയുക. ഇത് രണ്ടും ചെയ്യുക. ഇനി അടുത്തത് ഇവിടെ ആക്ടിവിറ്റി 3 കൊടുത്തിരിക്കുന്ന പാസേജ് വായിക്കുക, ഉദ്ധരണി വായിക്കുക. എന്നിട്ട് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിലേതൊക്കെ ക്വസ്റ്റ്യനുകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഫ് എ ക്വസ്റ്റ്യൻ ബിഗിൻസ് വിത്ത് ആൻ ഓക്സിലറി വെർബ്സ് ദ ആൻസർ വിൽ ബി എയ്തർ യെസ് ഓർ നോ. ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസുകൾ യെസ് ഓർ നോ മറുപടി ആയിരിക്കും അതിനുണ്ടാവുക. ഇഫ് എ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ വേർഡ്സ് ആൻഡ് ആൻസർ വിൽ ബി എ പീസ് ഓഫ് ഇൻഫർമേഷൻ. ക്വസ്റ്റ്യൻ വേർഡ്സുകളെ കൊണ്ട് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അവിടെ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ ആയിരിക്കും അതിൽ മറുപടിയിൽ ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തത് മേക്ക് ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ് ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ. ഇവിടെ ഓർഡറൊക്കെ മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റലിജൻറ്റ്, യു ആൻഡ് ആർ ബോയ്, ഇത് എൻ്റർ ക്യാൻ സ്റ്റേഡിയം വിത്തൗട്ട് എ പാസ്. ഇതൊരു ഓർഡർ മാറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓർഡർ ആക്കുക, ഏതാണ് കറക്റ്റ്. ഒന്ന് ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ആർ യു ആൻ ഇൻ്റലിജൻറ്റ് ബോയ്. അപ്പോൾ ബാക്കിയുള്ള 2, 3, 4, 5, 6 ഓർഡർ ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് ഇതിലുള്ള ക്വസ്റ്റ്യൻസ്. ഒക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ കൃത്യമായിട്ട് ചെയ്ത് എനിക്ക് ഫോട്ടോ എടുത്ത് വിട്ടു തരിക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.